ഹായ് കൂട്ടുകാരെ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മഹാരാജാവ് ഷഹരിയാറിനെ പിടിച്ചിരുത്തിയ 1001 രാവുകളിലെ കഥകൾ കേൾക്കാൻ എന്താ പോരുന്നോ? കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ മഹാരാജാവ് ഷഹരിയാറിന്റെ അലർച്ച മുഴങ്ങി കേട്ടു. അദ്ദേഹത്തിനിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അതും താൻ ജീവനോളം സ്നേഹിച്ച തന്റെ പ്രാണസഖിയാൽ. വിശ്വാസമെന്നാൽ വലിയൊരു കള്ളമാണ്, അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. റാണിയുടെ ഓർമ്മകൾ അദ്ദേഹത്തെ അലട്ടി. ആ ഓർമ്മകൾ അദ്ദേഹത്തെ കൂടുതൽ കോപിഷ്ഠനാക്കി. ആ കോപത്തിൽ നിന്നും മഹാരാജാവ് ഒരു തീരുമാനമെടുത്തു. എല്ലാ രാത്രിയും ഓരോ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും. അടുത്ത സൂര്യോദയത്തിന് അവളെ ഞാൻ കൊല്ലുകയും ചെയ്യും. എല്ലാ രാത്രിയും ഓരോ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും. അടുത്ത സൂര്യോദയത്തിന് അവളെ ഞാൻ കൊല്ലാൻ. മഹാരാജാവിന്റെ തീരുമാനം അറിഞ്ഞ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. തന്റെ പെൺകുഞ്ഞുങ്ങളെ എവിടെ ഒളിപ്പിക്കും എന്നറിയാതെ അവർ വിഷമിച്ചു. ഓരോ രാത്രിയും രാജാവ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഓരോ പുലർച്ചെയും ഓരോ കുടുംബത്തിന്റെ തേങ്ങൽ കൊട്ടാര കവാടത്തിലുയർന്നു. ജനങ്ങൾക്ക് എന്തു ചെയ്യണം എന്നറിയില്ലായിരുന്നു. എല്ലാ രാത്രിയും ഇത് തുടർന്നു. എങ്ങനെ ഇത് അവസാനിപ്പിക്കാം എന്ന് പലരും ചിന്തയിലാണ്ടു. മന്ത്രിപുത്രി ഷഹർസാദയും ഇതേ ചിന്തയിലായിരുന്നു. അറിവ് കൊണ്ട് മന്ത്രിയുടെ അഭിമാന പുത്രിയായിരുന്നു യുക്തിമതി കൂടിയായ ഷഹർസാദ്. അവളുടെ അഭിപ്രായങ്ങൾ മന്ത്രിയെ ഏറെ സഹായിച്ചിരുന്നു. മനോഹരമായി കഥകൾ പറയാൻ കഴിവുള്ളവളായിരുന്നു ഷഹർസാദ്. ആ രാത്രി വൈകി അവൾ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ തന്നെ അവൾ പിതാവിനെ കാണുവാൻ വേണ്ടിയിറങ്ങി. എന്താ മോളെ, മോൾ ഉറങ്ങിയില്ലേ? നേരം ഒരുപാട് വൈകി. ഉപ്പയെന്നെ നാളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണം. എനിക്കെന്റെ മകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇനിയും ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടുതൽ നിരപരാധികളായ സ്ത്രീകൾ കൊല്ലപ്പെടുമ്പ. ഉപ്പ പേടിക്കേണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് നാം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞപ്പോഴേക്കും ഷഹറാസാദ് കൊട്ടാരത്തിലെത്തി. മാർബിൾ പുതച്ച നിലത്ത് കൂടി അവളുടെ വിവാഹ വസ്ത്രം ഇഴഞ്ഞു നീങ്ങി. കൊട്ടാര ഉദ്യാനവും കടന്നു. ചുവന്ന പർവ്വതാനി വിരിച്ച രാജസന്നിധിയിലേക്ക് അവൾ നടന്നു കയറി. അവിടെ ഉണ്ടായിരുന്ന കൊട്ടാര കാവൽക്കാർ അറിയാതെ അവളുടെ പേര് ഉച്ചരിച്ചു. ഷഹറാസാദ് ഉറച്ച കാൽ വെപ്പുകളോടെ തന്റെ മുന്നിലേക്ക് സധൈര്യം കടന്നുവന്ന് പെൺകുട്ടിയെ മഹാരാജാവ് തെല്ലു സംശയത്തോടെ തുറച്ചു നോക്കി. ഷഹറസാദേ, നിനക്ക് മുന്നേ വന്നവരുടെ വിധി എന്തായിരുന്നെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? തീർച്ചയായും മഹാരാജന്. അവളുടെ ധൈര്യം മഹാരാജാവിനെയും അണികളെയും അമ്പരപ്പിലാക്കി. അധികം വൈകാതെ നിറഞ്ഞ സദസ്സിൽ വെച്ച് അവരുടെ നിക്കാഹ് നടത്തി. മന്ത്രി വിളംബരം ചെയ്തു. ആഘോഷത്തിമിർപ്പിനിടയിലും ഷഹർസാദയുടെയും അവളുടെ വൃദ്ധനായ പിതാവിന്റെയും ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. മഹാരാജാവേ, ഈ രാത്രി അവസാനിക്കുന്നതിനു മുമ്പ് ഒന്നുകൂടി ഞാൻ എന്റെ അനുജത്തിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഉടനടി പരിചാരകരോട് ദുനിയാസാദിനെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെട്ടു. ഈ രാത്രി കഴിയുന്നതിനു മുൻപ് എനിക്കൊരു കഥ കൂടി പറഞ്ഞു തരാമോ? മഹാരാജാവ് അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ
അങ്ങനെയാവട്ടെ. മഹാരാജാവേ, ഒരു വ്യാപാരിയുടെ കഥ ഞാൻ പറയാം. അവിടെ ഷഹർസാദ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ചകലെ ഒരു പിതാവ് തന്റെ മകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു തേടുകയായിരുന്നു.